ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന സ്വർഗീയം നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വചനത്താൽ ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ. വചന കേൾവി ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. യേശു മൂലം അപേക്ഷിക്കുന്നു, ആമേൻ. കാൽവരി ക്രൂശിലെ സ്നേഹനിർഭരമായ സമർപ്പണത്തിലൂടെ മാനവരാശിയുടെ സർവ്വപാപവും വഹിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കാൽവരി ക്രൂശിൽ നിന്നും യേശുവിൻ്റെ തിരുഹൃദയം കവിഞ്ഞൊഴുകിയ ദിവ്യവചസ്സുകളാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ആ ദിവ്യവചസ്സുകൾ ലോകത്തോടുള്ള യേശുവിൻ്റെ അന്ത്യമൊഴികൾ ആയിരുന്നു. സമൂഹത്തിന് നൽകിയ ആത്മീയ പാഠങ്ങളാണ് 7 തിരുമൊഴികൾ. ഒന്നാമത്തെ തിരുമൊഴി ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ നാം കാണുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. എന്താണ് ക്ഷമ? ക്ഷമ എന്നത് ഒരു നല്ല മാനസിക ഗുണമാണ്. കോപമില്ലാതെ സഹിക്കുകയും മറ്റുള്ളവർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നതാണ് ക്ഷമ. ഇവിടെ കർത്താവ് കുരിശിൽ വേദന അനുഭവിക്കുമ്പോഴും തനിക്ക് ദോഷം ചെയ്തവരോട് ക്ഷമിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ മൊഴി ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. മാനുഷിക സ്വഭാവമനുസരിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിറുപിറുക്കുന്ന അനുഭവം നമുക്ക് കാണാം. താൻ നേരിട്ട പ്രശ്നങ്ങൾ, വേദന എല്ലാം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ച് രക്ഷപ്പെടുന്ന ഒരു പ്രവണത. കർത്താവിനെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചവർ കർത്താവിൻ്റെ നിലവിളി കേൾക്കാനാണ് ക്രൂശിൻ്റെ ചുവട്ടിൽ കാത്തു നിൽക്കുന്നത്. പലപ്പോഴും ശാപവാക്കുകളും ദേഷ്യവും ചീത്ത വാക്കുകളുമൊക്കെയാണ് ക്രൂശിതരിൽ നിന്നും കേൾക്കാറുള്ളത്. എന്നാൽ യേശുവിൻ്റെ പ്രതികരണം അറിയുവാൻ ശാസ്ത്രിമാരും പരീശന്മാരും ഉദ്യോഗസ്ഥ വൃന്ദവും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ഗൊൽഗോഥായുടെ ഉന്നതങ്ങളിൽ നിന്നും ചുറ്റും നിൽക്കുന്നവരെ അമ്പരിപ്പിച്ചുകൊണ്ട് അന്തരീക്ഷമാകെ മുഴങ്ങുന്ന യേശുവിൻ്റെ വാക്കുകൾ അടർന്ന് വീഴുന്നത്: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. കർത്താവ് ആർക്കൊക്കെ വേണ്ടിയാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്? ജീവിതത്തിൻ്റെ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ കാണും എന്ന പ്രതീക്ഷയിൽ കൂടെ കൂട്ടി ഒറ്റപ്പെടുത്തിയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൽ നാം കാണുന്നു. ഗത്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കാൻ എത്തുന്നത് പത്രോസിനെയും സെബദി പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടാണ്. യേശു താൻ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ വളരെ പരിക്ഷീണിതനാണ്. താൻ കൂടെ കൂട്ടിയവർ പ്രാർത്ഥിപ്പാൻ ഒപ്പം കൂടുന്നതിന് പകരം മാറിയിരുന്ന് ഉറങ്ങുന്ന ഒരു കാഴ്ച നാം ബൈബിളിൽ കാണുന്നു. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുകയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഭൗതിക നേട്ടത്തിൻ്റെ മാസ്മരികതയിൽ സ്നേഹിച്ചവരെ വിസ്മരിക്കുന്നവർക്ക് വേണ്ടി യാശു പ്രാർത്ഥിക്കുന്നു. 3.5 വർഷക്കാലം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവൻ, ദീർഘയാത്രകൾ ചെയ്തവൻ, ഒരുമിച്ച് ഭക്ഷണം പാനം ചെയ്തവൻ യൂദ, 30 വെള്ളിക്കാശിനു വേണ്ടി ദൈവസ്നേഹം പകർന്നു നൽകിയ യേശുവിനെ ഒറ്റുകൊടുക്കുന്നു. ആ യൂദയുടെ വാക്കുകൾ യേശു കേൾക്കുന്നു. ഞാൻ ഏവനെ ചുംബിക്കുന്നുവോ അവൻ തന്നെയാകുന്നു യേശു, അവനെ പിടിച്ചുകൊള്ളുക. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സൗഹൃദങ്ങളെ, സ്നേഹിക്കുന്നവരെ തള്ളിപ്പറയുന്നവർക്ക് വേണ്ടിയും യേശു പ്രാർത്ഥിക്കുന്നു: ഇവരോട് ക്ഷമിക്കണമേ. പ്രതിസന്ധികളിൽ ഉപേക്ഷിച്ചു പോകുന്നവരെ നമുക്ക് അറിയാം. യൂദ യേശുവിനെ ചുംബിച്ച നിമിഷം തന്നെ വാളും വടിയുമായി യേശുവിൻ്റെ സമീപത്തേക്ക് ഒരു സംഘം പേർ യേശുവിനെ പിടിക്കാൻ എത്തുന്നു. ആ നിമിഷം തന്നെ 3.5 വർഷം തന്നോടുകൂടെ നടന്നവർ, നിന്നെ വിട്ട് ഒരിക്കലും മാറുകയില്ല എന്ന് നിസ്സംശയം പറഞ്ഞവർ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞവൻ,
അവർ ഓടി അകന്നു മാറി ഒളിച്ചു നിൽക്കുന്ന കാഴ്ച. സ്നേഹവും കരുതലും നൽകി കൂടെ നിന്നവർ അവർ എന്നും കൂടെയുണ്ടാകും എന്ന് ആഗ്രഹിച്ച് നമ്മിൽ നിന്നും അകന്നു മാറി നമ്മെ ഉപേക്ഷിച്ചു പോകുമ്പോൾ യേശു കാൽവറി ക്രൂശിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. കയ്യഫാവിൻ്റെ അരമന മുറ്റത്ത് യേശുവിനെ പടയാളികൾ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നു. അവർക്ക് വേണ്ടിയും യേശു പ്രാർത്ഥിക്കുന്നു, ഇവരോട് ക്ഷമിക്കണമേ. കുടുംബം, സമൂഹം, സ്നേഹിത വൃന്ദം നോക്കി നിൽക്കെ പരിഹാസപാത്രങ്ങളായി ശിരസ് കുനിച്ച് നിൽക്കേണ്ട സന്ദർഭങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ചുറ്റും നിൽക്കുന്നവർ ഒരു ആശ്വാസ വാക്കു പറയും, തന്നെ താങ്ങും എന്ന് ചിന്തിച്ചിട്ടുണ്ട്. നിസ്സഹായരായി നോക്കി നിൽക്കുന്നവരോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. ഈ അവസരത്തിൽ കർത്താവ് കാൽവറി ക്രൂശിൽ പറയുന്നു, പ്രാർത്ഥിക്കുക, ക്ഷമിക്കുക. കാൽവറി ക്രൂശിൽ യേശു നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമയുടെ മന്ത്രം. യേശുവിൻ്റെ ജീവിതത്തിൽ, യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെ നടന്ന സംഭവങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തികൾ ആരും ക്ഷമ അർഹിക്കുന്നവരല്ല. എന്നാൽ അത്തരത്തിലുള്ളവരോട് ക്ഷമിക്കുവാനാണ് യേശു ആഹ്വാനം ചെയ്യുന്നത്. മനുഷ്യൻ അതിനികൃഷ്ടമായി ചെയ്തപ്പോൾ യേശു അതിശ്രേഷ്ഠമായ മാതൃക നമുക്ക് മുൻപിൽ വയ്ക്കുകയാണ്, ക്ഷമിക്കുക. ഇതൊരു പ്രാർത്ഥനയാണ് എന്ന് നാം കണ്ടു. യേശുവിന് ഞാൻ എല്ലാവരോടും ക്ഷമിച്ചു എന്ന് പറയാം. എന്നാൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ക്ഷമ ലഭിക്കേണ്ടത് സ്വർഗസ്ഥ പിതാവിൽ നിന്നാണ്. നാം ക്ഷമിക്കുക മാത്രമല്ല, ക്ഷമിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വേണം എന്ന് ഈ മൊഴി നമ്മെ ഓർപ്പിക്കുന്നു. ക്ഷമയുള്ളവരായിരിക്കാൻ, ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിപ്പാൻ നമ്മെ ദൈവം എന്നും സഹായിച്ച് വഴി നിർത്തുമാറാകട്ടെ. ആമേൻ.